പ്രിയപ്പെട്ടവരെ, മെസോണിന്റെ ഒരു യാത്ര ഇങ്ങനെ പറയാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. കോവിഡ് സമയത്ത് എല്ലാ മേഖലയും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് 2021 നവംബർ 4 ഒരു 4 കുട്ടികളെ വെച്ച് തുടങ്ങിയ ഒരു ചെറിയൊരു സ്ഥാപനമായിരുന്നു മെസോൺ. അവിടെ നിന്ന് ഒരു 4 വർഷം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിൽ കേരളത്തിൽ ഒരുപാട് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ഥാപനമായിട്ട് മാറുമായിരുന്നു. ഇപ്പൊ ഏകദേശം 1200ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് മെസോൺ മാറി എന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ്. ഞാൻ ഇതിനിങ്ങനെ എപ്പോഴും പറയാറ്, മെസോണിനും മെസോണിന് ശേഷവുമുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയാറുണ്ട്. മെസോൺ എടപ്പാൾ വരുന്ന സമയത്ത് നമുക്കറിയില്ലായിരുന്നു, എടപ്പാളിന്റെ ഒരു കൾച്ചർ നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം മെസോൺ കൊണ്ടുവന്ന ചില അക്കാഡമിക് സിസ്റ്റം കാരണം ഈ ചുറ്റുഭാഗത്തുള്ള സ്കൂളുകളിലൊക്കെ ടോപ്പേഴ്സിന് മെസോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് ഭാവിയിലേക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തലമുറയെ ഡെവലപ്പ് ചെയ്യാന്നാണ് എഡ്യൂക്കേഷൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എല്ലാ രീതിയിലേക്കും അത് മാറും. അത് സ്കിൽ ഓറിയന്റഡ് ആയിട്ട് മാറും, ടെക്നിക്കലിലേക്ക് മാറും, ഫൈനാൻസ് മാറും, ഒരുപാട് കാര്യങ്ങൾ ഒതുങ്ങുന്ന ഒരു സാധനമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അതിനെ തീരുമാനിച്ചു. ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ ടീമായിട്ട് 4 പേര് ഇറങ്ങി പണിയെടുത്തു. ഇപ്പോൾ എടപ്പാളിലും പട്ടാമ്പിലും ചാവക്കാടൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മെസോൺ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് മെസോണിന്റെ അണ്ടറിൽ 3 കോഴ്സുകളാണുള്ളത്. ഒന്ന് മെസോണിന്റെ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ്, എന്നാൽ +1 +2 കൂടെ എൻട്രൻസിന് വേണ്ടി മക്കൾ എന്ത് ചെയ്യുക, ക്രാക്ക് ചെയ്യിക്കുന്ന രീതിയിൽ, അതായത് +2 കഴിഞ്ഞ് കുട്ടി എവിടെ പഠിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച് അതിനു വേണ്ടി കുട്ടിയെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുട്ടിയുടെ അക്കാഡമിക് എഡ്യൂക്കേഷൻസ് ഉണ്ടാവും, ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ് ഉണ്ടാവും. എവിടെയും നമ്മൾ കേൾക്കാത്ത ഒന്നാണ് ഫൈനാൻസ് എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ. ഇങ്ങനെ എല്ലാം കൂട്ടി യോജിപ്പിച്ച ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ് മെസോണിന്റെ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസിലൂടെ. അത് കുട്ടി മെസോണിൽ ഫുൾ ടൈം പഠിക്കുകയും അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസിൽ പഠിക്കുന്ന അതേ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിസ്റ്റമാണ് മെസോൺ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ മെസോൺ എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷനാണ്. സ്കൂളിൽ ക്ലാസ്സിന് പോയി സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സിൽ ട്യൂഷൻ ബാച്ചുകൾ നമ്മൾ നടത്തുന്നു. അത് സ്കൂളിലെ ക്ലാസ്സിനൊപ്പം അഡീഷണൽ ആയിട്ട് എൻട്രൻസിന്റെ ബേസുകളൊക്കെ കൊടുത്ത് കുട്ടികളെ എൻട്രൻസിന് വേണ്ടി തയ്യാറാക്കാം. അത് പോയത് കൊണ്ട് കുട്ടിക്ക് 100% എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കുട്ടി എൻട്രൻസിന് സജ്ജമാക്കാൻ പറ്റും എന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. പ്ലസ് നമ്മൾ എൻട്രൻസിന്റെ റിപ്പീറ്റ് ബാച്ച് കൂടി തുടങ്ങാം. ഇത് റെസിഡൻഷ്യൽ ഉണ്ട്, അതുപോലെ നോൺ റെസിഡൻഷ്യൽ, 2 രീതിയിലുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ആ കുട്ടിയെ ഏത് രീതിയിലൊക്കെയാണോ മൗൾഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ സപ്പോർട്ടാണോ കൊടുക്കേണ്ടത്, അക്കാഡമിക്കലി വേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടിക്ക് മെന്റലി നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കുട്ടിയുടെ സ്കില്ല് മനസ്സിലാക്കി കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയൊരു സിസ്റ്റം തന്നെയാണ് മെസോൺ കൊണ്ടുവരുന്നത്. മെസോണിന്റെ ഒരു ക്ലാസ്സിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ ഉച്ച വരെ ക്ലാസ് കൊടുക്കുക, അത് കഴിഞ്ഞ് മക്കളെ റിലാക്സ് ചെയ്യാൻ വിടുക, എന്നിട്ട് കൂടുതൽ പ്രോബ്ലംസുകൾ മക്കളെ പഠിപ്പിക്കുക, അത് മക്കളെ പരിചയപ്പെടുത്തുക. കാരണം നമുക്കറിയാം എക്സാമുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വാല്യുവേഷൻസ് ഒക്കെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എക്സാമുകൾ ടഫ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ മക്കളെ പരിചയപ്പെടുത്തി കൂടുതൽ ചോദ്യങ്ങൾ മക്കൾ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുക. +2 കഴിയുമ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാൻ പ്രാപ്തമാവും. എപ്പോഴും മക്കളോട് പറയാനുള്ള ഒരു സാധനമാണ്, 16 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടി ജീവിക്കേണ്ടത് അവൻ്റെ 16 വയസ്സിലല്ല, 5 വർഷം കഴിഞ്ഞ് അവൻ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി പുതിയ റെവല്യൂഷൻസും ഇന്നോവേഷൻസും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പൗരനാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയണം. അപ്പൊ കുട്ടി ഇപ്പം ജീവിക്കേണ്ടത് വരാൻ പോകുന്ന 5 വർഷത്തിൽ ഇവിടെ എന്തൊക്കെയാണോ ടെക്നോളജിയിലും അതുപോലെ എല്ലാ രീതിയിലും മാറ്റം ഉണ്ടാവും, അതിലേക്ക് ഫോർകാസ്റ്റ് ചെയ്ത് മക്കളെ പഠിപ്പിക്കുന്ന രീതിയാണ് മെസോൺ കൊണ്ടുവരുന്നത്. സോ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ, ടെക്നിക്കലി, ഫൈനാൻഷ്യലി, അതുപോലെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കിട്ടണം. 2030 ആകുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടി ഫോക്കസ്ഡ് ആവണം എങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മെസോൺ തന്നെ ആയിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് മെസോണിന്റെ കഴിഞ്ഞൊരു 4 വർഷത്തെ യാത്ര, അല്ലെങ്കിൽ 4 വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത്. ഇനി പുതിയ പിന്നെ ഇന്റർനാഷണൽ ക്യാമ്പസുകൾ, അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ പുതിയ കുറേ സംരംഭങ്ങൾ, പുതിയ പദ്ധതികൾ മെസോണിന്റെ അണ്ടറിലുണ്ട്. സോ മെസോണുമായി കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.